പറയാനൊരു വലിയ സത്യം ബാക്കി വെച്ചാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ അധ്യക്ഷനും രാജകുടുംബാംഗവുമായ പി.ജി. ശശികുമാരവർമ്മ വിട പറയുന്നത്. ആ സത്യം പങ്കുവച്ച മാളികപ്പുറം സിനിമയുടെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ആ സത്യം താനൊരിക്കൽ തിരക്കഥയാക്കും എന്ന പ്രത്യാശ പങ്കുവച്ചിരിക്കുകയാണ്. പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ അധ്യക്ഷനും രാജകുടുംബാംഗവുമായ പി.ജി. ശശികുമാരവർമ്മയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള കുറിച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. മാളികപ്പുറം സിനിമ ഇറങ്ങിയപ്പോൾ തനിക്ക് അദ്ദേഹം നൽകിയ പിന്തുണ ഓർത്തെടുത്തുകൊണ്ടാണ് അഭിലാഷ് പിള്ള ദുഃഖം രേഖപ്പെടുത്തിയത്. തമ്പുരാൻ ആവശ്യപ്പെട്ടൊരു വലിയ കാര്യം, ചരിത്രത്തിൽ പറയാൻ ബാക്കി വെച്ചൊരു വലിയ സത്യം ഒരിക്കൽ തിരക്കഥയാക്കുമെന്നും അഭിലാഷ് പിള്ള പറഞ്ഞു. അഭിലാഷ് പിള്ളയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മാളികപ്പുറം സിനിമ റിലീസായി 3 ദിവസം കഴിഞ്ഞ് എനിക്ക് വന്ന ഒരു ഫോൺ കോളിന് മറുതലയ്ക്കൽ ഞാൻ കേട്ട ശബ്ദം ഒരു കാലത്ത് നാട് ഭരിച്ച പന്തളം രാജകുടുംബത്തിലെ ഇന്നത്തെ തലമുറയിലെ തമ്പുരാന്റേതായിരുന്നു. 10 മിനിറ്റോളം സംസാരിച്ച തമ്പുരാൻ പറഞ്ഞ നല്ല വാക്കുകൾ ഒരു അനുഗ്രഹം പോലെ ശിരസിൽ ഇന്നുമുണ്ട്. തിരുവാഭരണം കാണാൻ മാളികപ്പുറം ടീമിനെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അന്ന് കൊട്ടാരത്തിൽ വെച്ച് രാജകുടുംബം തന്ന ആദരവ് തന്നെയാണ് മാളികപ്പുറം ടീമിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹവും. തമ്പുരാൻ നൽകിയ അയ്യപ്പരൂപവും എന്റെ കൈപിടിച്ച് അയ്യപ്പൻ അനുഗ്രഹിച്ച കൈകളാണ് എന്ന് പറഞ്ഞതും ഒരു എഴുത്തുകാരന് കിട്ടിയ വലിയ ആദരവിൽ ഒന്നാണ്. പിന്നീട് കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് ഒരിക്കൽ കൂടി തമ്പുരാനെ കണ്ട ദിവസം തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. തമ്പുരാൻ എന്നോട് ആവശ്യപ്പെട്ട ആ വലിയ കാര്യം അതൊരിക്കൽ ഞാൻ യാഥാർത്ഥ്യമാക്കും. ഇനിയും ചരിത്രത്തിൽ പറയാൻ ബാക്കി വെച്ച ആ വലിയ സത്യം ഒരിക്കൽ ഞാൻ തിരക്കഥയാക്കും. മനസ്സിൽ അത്രയും സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, പ്രാർത്ഥനയോടെ തമ്പുരാന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. 1952 മെയ് 13 കോട്ടയം കിടങ്ങൂർ പാറ്റിയാൽ ഗോതശമ്മൻ നമ്പൂതിരിപ്പാടിന്റെയും പന്തളം അംബികാവിലാസം കൊട്ടാരത്തിൽ അംബിക തമ്പുരാട്ടിയുടെയും മകനായി ജനിച്ചു. ദേശാഭിമാനി പത്രത്തിൽ സബ് എഡിറ്ററായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. തുടർന്ന് സെക്രട്ടേറിയറ്റിൽ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. 2007 ഡെപ്യൂട്ടി സെക്രട്ടറിയായി വിരമിച്ചു. തുടർന്ന് സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ സജീവമായിരുന്നു. ശശികുമാരവർമ്മ ദീർഘകാലം പന്തളം കേരളവർമ്മ സ്മാരക വായനശാലയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. ക്ഷത്രിയ ക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1996 കെ നാനാർ സർക്കാരിന്റെ കാലത്ത് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയുടെ PA ആയും VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പാലോളിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മീരാവർമ്മയാണ് ഭാര്യ. കോട്ടയം പൂഞ്ഞാർ കാഞ്ഞിരമറ്റം കൊട്ടാരം അംഗമാണ്. സംഗീത വർമ്മ, അരവിന്ദ് വർമ്മ, മഹേന്ദ്രവർമ്മ എന്നിവരാണ് മക്കൾ. 72 വയസ്സായിരുന്നു പി.ജി. ശശികുമാരവർമ്മയ്ക്ക്. തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വാർദ്ധക്യ സഹജമായ സുഖത്തെ തുടർന്ന് കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു. ശബരിമല ഇന്നും ഹിന്ദുവിന് ഒരു വികാരമാണ്. ഇന്നു മാത്രമല്ല, എന്നും അത് അങ്ങനെ തന്നെയാണ്. ശബരിമലയെ അപമാനിക്കുന്ന ഓരോ പ്രസ്താവനയും അല്ലെങ്കിൽ ഓരോ സംഭവവും എന്നും ഹിന്ദു മനസ്സിൽ കൊണ്ടു നടക്കുക തന്നെ ചെയ്യും. അക്കൂട്ടത്തിൽ ആ ഒരു സപ്പോർട്ട് ഹിന്ദുവിന് എല്ലാ കാലത്തും അദ്ദേഹം നൽകിയ ആ ഒരു പിന്തുണ ഒരു മലയാളിക്കും മറക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾ ഒന്നടങ്കം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേർപാടിൽ വേദനിക്കുകയാണ്. ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.